എവ്രിവൺ. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഫെസ്റ്റിവൽ റിവർബ്രേറ്റ് ഹോസ്റ്റ് ചെയ്ത നഗരം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇന്ത്യയിലാണ് നടന്നത്. ഗസ്സുകളിൽ ബോംബെ, ചെന്നൈ എന്നൊക്കെ വരാം. പക്ഷേ കോഴിക്കോടാണ്. ലോക റെക്കോർഡ് നേടിയ ഏറ്റവും വലിയ ക്വിസ് ഫെസ്റ്റിവൽ റിവർബ്രേറ്റ് നടത്തിയ കോഴിക്കോടാണ് അമൃത വിശ്വവിദ്യാപീഠം പ്രസന്റ് ചെയ്യുന്ന IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് 2.0 എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ എഡിഷൻ 1-ൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ 200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ജില്ലയാണ് കോഴിക്കോട്. ഈ വർഷം മത്സരം നടക്കുന്നത് ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ സ്കൂളിൽ വെച്ചാണ്. മത്സരത്തിലേക്ക് നമുക്ക് ആദ്യം ഒരു പ്രിലിമിനറി റൗണ്ടാണ് ഉണ്ടായിരിക്കുക, ഒരു റിട്ടേൺ റൗണ്ട്. വിശ്വവിദ്യാപീഠം presents IQA State Kissing Championship, Kozhikode District Kissing Championship, Sub-Junior category. We'll have the preliminary round right now and we'll have the quiz master, IQA Kerala chapter mentor, Mr. Deepak K. Please welcome, sir. നല്ലൊരു കൈ കൊടുക്ക്. Ready അല്ലേ? Yes. Okay, so here we go. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച ബിരിയാണി കിട്ടുന്നത് ഇവിടെയാണെന്നാണ് ഇവർ പറയുന്നത്. ഏതാണ് റെസ്റ്റോറന്റ്? We have an objection here, so no. Okay, നമ്മൾ ഇപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മാർക്കിനൊക്കെ സയൻസ് മിസ്സാവുന്നതാണ്. ഫൈനൽ കളിക്കണ്ടേ? ബസ്സിനടിച്ച് പൊട്ടിക്കോ? സോ ഫൈനലിസ്റ്റുകളെ നമുക്ക് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ലോകത്തിന്റെ തന്നെ ക്വിസിംഗ് സർക്യൂട്ടിലെ പ്രധാനപ്പെട്ട പേരുകളൊന്നായിട്ട് മാറിയ 2500-ലധികം ക്വിസ് മത്സരങ്ങൾ നയിച്ച കേരളത്തിന്റെ സ്വന്തം ക്വിസ് മാൻ ഓഫ് കേരള സ്നേഹേഷ് ശ്രീനിവാസാണ്. എന്ന ഈ കപ്പലിൽ 19 ഡിസംബർ 1914 യാത്ര തിരിച്ച ഒരു വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. ഇന്ത്യയുടെ മാപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ കൃത്യം സെന്റർ എന്ന് വിളിക്കുന്നത് ഈ സിറ്റിയാണ്. ജോഗ്രഫിക്കൽ സെന്റർ പോയിന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ സിറ്റിയാണ്. ഈ സിറ്റിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എല്ലാ സിറ്റിയിലേക്കുള്ള ദൂരം കണക്കാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു 0 മൈൽ സ്റ്റോൺ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് നിങ്ങൾക്ക് 0 മൈൽ സ്റ്റോൺ കാണുവാൻ കഴിയുന്നത്? On the buzzer, team 1. Nagpur. Right answer, Nagpur. അവിടെ പോയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. So when the scores are like this, team champion team of today with 850 points, Achyutam Hari and Adaliyatu with 850 points. Pandirangal Navy ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് പുതിയത് അറിയാൻ പറ്റി. സ്റ്റേറ്റിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. So that's it. നമ്മൾ ജൂനിയർ കാറ്റഗറിയിലേക്ക് കിടക്കുന്നു. ക്വിസ് മാൻ ഓഫ് കേരള സ്നേഹേഷ് ശ്രീനിവാസ്, സ്നേഹിത് സാറിനെ ഏറെ സ്നേഹപൂർവ്വം ജൂനിയർ കാറ്റഗറി ചാമ്പ്യൻഷിപ്പ് നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. You ready? Start. Here we go. ചോദ്യം ഇതാണ്. ഡാഷ് ഡാഷ് ഓഫ് ഇന്ത്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ നിക് നെയിം.
ഇതാണ്. ഈഗിളാണ് അറിയപ്പെടുന്നതിൽ വെച്ച് മനുഷ്യന്മാരെ പ്രേ ആയിട്ട് കാണുന്ന, മനുഷ്യന്മാരെ ഇരയായിട്ട് കാണുന്ന ഒരേ ഒരു പക്ഷി. So volunteers quickly take the answer sheets and we'll do the evaluation. So topping the prelims with 8 points, Devang Krishna and Ashin K, GHSS Mepayil Vadagara. നാല് റൗണ്ട് 16 ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇയാളുടെ പേര് ഡാഗർ എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ എന്താണ് ഡാഗറോ ടൈപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് പ്രശസ്തമായ സ്റ്റേഡിയത്തിന്റെ കഥയാണ് ഇത്? And the winners or champions of today's quiz, GHSS Peringalam with 1050 points, Kiran B and Surya Devi. ചാമ്പ്യൻസ് ആവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. So now we are moving on to the prize distribution, the most awaited test of the ഞാൻ ആക്ച്വലി ഇപ്പോൾ ഭാരത വിദ്യ ഭവൻ സ്കൂളിൽ ആണ്. സോ ഇതൊരു CBSE സ്കൂളാണ്. ഇവിടെ IQ വെച്ചിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ആക്ച്വലി ഡിസ്ട്രിക്ട് ചാപ്റ്റർ ഓഫ് എൻ ഇൻ്റർനാഷണൽ ക്വിസ് ആൻഡ് ഇറ്റ്സ് ഗോസ് ഫ്രം ഡിസ്ട്രിക്ട് ടു സ്റ്റേറ്റ് ടു നാഷണൽ ആൻഡ് ദെൻ ടു ഇൻ്റർനാഷണൽ ലെവൽ. സോ ഇന്ന് ആ ഡിസ്ട്രിക്ട് ചാപ്റ്റർ കഴിഞ്ഞു. പല സ്കൂൾസ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. And this is done in association with Amrita Vidyapeetham. So this is definitely one of the best chapters I feel I've seen about quiz, because so many students have participated with so much vigor and so much enthusiasm in this particular quiz. So I hope that such kind of quizzes happen more in the district and more in the state, and definitely because Kerala government has also given a wonderful welcome to IQA in Kerala state. So I hope more such events happen and more students get involved in this, so that a scientific vigor, a general knowledge develops among the students here. Thank you.